ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ശിവന്റെ ആരാധനാലയങ്ങളിൽ ഒന്നാണ് കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന ആദിയോഗി ഇഷ ഫൗണ്ടേഷൻ. ഇതൊരു ആരാധനാലയം എന്നതിലുപരി ഈശ യോഗ സെന്റർ എന്നും നമുക്ക് വിശേഷിപ്പിക്കാം. അതെ, ഇന്ന് ശിവരാത്രി. നമ്മൾ സാധാരണ ശിവരാത്രി ദിവസങ്ങളിൽ നാട്ടിൽ അമ്പലങ്ങളിലോ മറ്റോ ആണ് കൂടാറ്. എന്നാൽ ഈ ശിവരാത്രി ദിവസം നമുക്ക് ആദിയോഗി എക്സ്പീരിയൻസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 12 മണിയോടെ പാട്ന എക്സ്പ്രസിലാണ് കയറിയത്. എന്റെ ലൈഫിലെ ആദ്യത്തെ അനുഭവമായിരുന്നു ഒരു ബോഗി ഫുള്ള് ഹിന്ദിക്കാരോടൊപ്പമുള്ള ഈ ഒരു യാത്ര. അങ്ങനെ സമയം 4:30 ആയപ്പോഴേക്കും ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത ശേഷം നമുക്ക് നേരെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ അവിടെ നിന്നും നമ്മളൊരു സ്പെഷ്യൽ ബസ്സിൽ കയറി. 50 രൂപയാണ് ഒരാൾക്ക് അവിടെ വരെ ചാർജ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. 14-ാം നമ്പർ ബസ്സാണ് ഇഷ ഫൗണ്ടേഷനിലേക്ക് പോകുന്നത്. പിന്നെ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബസ്സും ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മഹാശിവരാത്രി ആയതുകൊണ്ട് തന്നെ സാധാരണ ഒരു ദിവസം പോകുന്ന പോലെ ആയിരിക്കില്ല ഇന്ന് നമ്മൾ പോകുന്നത്. എങ്കിലും ശിവരാത്രി ദിവസം അവിടെ വരെ പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക, ഇത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കൈകൂപ്പിയുള്ള സ്വീകരണവും ശാന്തമായ സംസാരവും സമീപനവും എല്ലാം ഞാൻ ഇവിടെ വാളണ്ടിയറായി കണ്ട എല്ലാവരുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ നിന്നും പല കാറ്റഗറിയാണ് ആളെ തിരിച്ചു കയറ്റി വിടുന്നത്. അതായത് വൈകിട്ട് നടക്കുന്ന പരിപാടിക്ക് ടിക്കറ്റ് എടുത്തവർക്ക് വേറെ, ഇതുവഴിയാണ് ദർശനം നടത്താൻ വരുന്നവർക്ക് വേണ്ടിയുള്ള വഴി ഒരുക്കിയിട്ടുള്ളത്. ഇതുവഴി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം കണ്ണെത്താ ദൂരത്തോളം കസേരകൾ കിടക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം വൈകിട്ട് എത്രമാത്രം വലിയ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ കുറെ ദൂരം നടന്നതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും അർദ്ധകായ പ്രതിമയായ ആദിയോഗി ശിവ സ്റ്റാച്യു സെന്ററിന്റെ അടുത്തേക്ക്. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന വെള്ളിയാങ്കിരി മലനിരകളുടെ അടിവാരത്ത് സ്വാമി സദ്ഗുരു ജഗ്ഗി വാസുദേവാണ് ഭീമാകാരമായ ഈ ശില രൂപകൽപ്പന ചെയ്തത്. തികച്ചും സ്റ്റീലിൽ പണികഴിപ്പിച്ച 112 അടിയുള്ള ഈയൊരു ശില്പം 2017 ഫെബ്രുവരി 24-നാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ ഉയരമായ 112 അടി എന്നത് യോഗ ആചാരപ്രകാരം മനുഷ്യ ശരീരത്തിൽ 112 ചക്രങ്ങളുണ്ട്. മുക്തി നേടാനുള്ള 112 വഴിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ദിവസം ഇത്രയും തിരക്കുള്ളത് കൊണ്ടും വൈകുന്നേരത്തെ പ്രോഗ്രാമിന് പല VIP-കൾ വരുന്നത് കൊണ്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ നമുക്ക് ദർശനം നടത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആശ്രമത്തിലേക്ക് പോകാനായി ശിലയുടെ ബാക്ക് സൈഡിൽ എത്തി. ഇതുവഴിയാണ് യോഗ സെന്ററിലും എല്ലാം പോകുന്നത്. യോഗ സെന്ററിൽ കയറുന്നതിന് മുമ്പ് തന്നെ ചെരുപ്പ് വെക്കാനുള്ള ഒരു സ്ഥലമാണിത്. ഇതിൽ നിന്നും ഒരു സഞ്ചി എടുത്ത് ചെരുപ്പൊക്കെ ഇതിലിട്ട് ഇവിടെ ഏൽപ്പിക്കുക. അവിടുന്ന് ഒരു ടോക്കൺ തരും. ആ ടോക്കൺ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചെരുപ്പും അവർ തിരികെ നൽകും. ഇതൊക്കെ എല്ലാ ദിവസവും ഉണ്ടോ അതോ ശിവരാത്രി ആയതുകൊണ്ട് മാത്രമാണോ എന്നറിയില്ല. എന്തായാലും നല്ലൊരു പരിപാടിയാണ്. ഇവിടെ ഇറങ്ങി കുളിക്കുന്നതിനും ശുദ്ധിയാവുന്നതിനെല്ലാം 100 രൂപയാണ് പാസ്. നല്ല തണുപ്പുള്ള ഈ ഒരു സെന്ററിലാണെന്ന് തോന്നുന്നു യോഗ മെയിനായിട്ട് നടക്കുന്നത്. ശേഷം നമ്മൾ അവിടെ നിന്ന് മുൻപോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഒരു നന്ദിയുടെ ശില്പം ഉള്ളത് കണ്ടത്. കൂടെ നമ്മുടെ കൊല്ലത്ത് കാട്ടിൽ മേക്കിയതിൽ മണി കിട്ടുന്ന പോലൊക്കെ ഒരു വിശ്വാസം ഇവിടെയുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് കയറാൻ പറ്റാത്ത അത്രയും തിരക്കാണ് അവിടെ. ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി യോഗ ചെയ്യുന്ന ആളുകളുടെ കൂടെ അവിടെ കുറച്ചു നേരം ഇരുന്നു. സത്യത്തിൽ ഇവിടെ ഇതൊക്കെ കണ്ടിരുന്നാൽ ഇവരിൽ ഒരാളെ നമ്മളും ഇങ്ങനെ ഇരിക്കും, സമയവും നേരം ഒന്നും നോക്കാതെ തന്നെ. വൈകുന്നേരത്തെ പ്രോഗ്രാമിന് ടിക്കറ്റ് ഇല്ലാതെ നിന്നിട്ട് കാര്യമില്ലാത്തത് കൊണ്ടും സമയം കൂടുന്തോറും ആളുകളുടെ തിരക്ക് നല്ലതുപോലെ വർദ്ധിക്കുന്നത് കൊണ്ടും തിരക്ക് കൂടുന്നതുകൊണ്ട് തന്നെ മൊബൈലിന്റെ സിഗ്നലും റേഞ്ചും എല്ലാം കട്ടായി തുടങ്ങി. അതുകൊണ്ട് രാത്രിയിലെ പ്രോഗ്രാം ഒഴിവാക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഈ ഒരു യാത്ര. ഇതുപോലെ പല കാര്യങ്ങളും എനിക്ക് ഇനിയും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും കാണുന്നത് വരെ ബൈ.